കേരളത്തിൽ ഈയിടെ ഉണ്ടായ ആ വെള്ളപ്പൊക്ക സമയത്ത് പത്തനംതിട്ടയിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ എത്തിയ ഒരു വാഹനത്തെ പിടിച്ചെടുത്ത് എം വി ഡി ഉദ്യോഗസ്ഥന്മാർ പിഴയിട്ടു എന്ന് പറഞ്ഞാൽ 2 എം വി ഡി ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ 2 ദിവസം സർക്കാരിന് സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം രക്ഷാപ്രവർത്തനത്തിന് പോയി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇവർ പിടികൂടുന്നത് അടൂരിൽ വെച്ചാണ്. ആ സമയത്ത് ഈ രക്ഷാപ്രവർത്തനമൊന്നും ആയിരുന്നില്ല. ഇവർ എവിടെ കല്യാണത്തിന് അവിടെ പോയിട്ട് ആഘോഷിച്ചെല്ലാം കൂടെ വരുന്ന വരവായിരുന്നു. ഈ വാഹനത്തിൽ മുഴുവനും ഈ വാഹന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുന്നത്. അതായത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞിട്ട് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നിയമം ലംഘിച്ച ലൈറ്റൊക്കെ ഉള്ള വാഹനം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അതെ, അതായത് എൻജിൻ പവർ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് അങ്ങനെയൊക്കെയുള്ള നിയമപരമായ വണ്ടിയിലെ ശക്തി, അതായത് ഏത് സാഹചര്യത്തിലും കയറി പോകുന്ന വണ്ടികൾ, അതാണ് കേരള പോലീസിന്റെ ഗൂർഖ എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട്. അത് വെള്ളപ്പൊക്കത്തിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് അതൊക്കെ പരിമിതമായിട്ടേ ഉള്ളൂ. ഇപ്പൊ കൂടുതലായിട്ട് വണ്ടി വേണ്ട വണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതിന് വലിയ പവറായിരിക്കും, 4 വീലും കറങ്ങും. അങ്ങനെയൊക്കെയുള്ള മലകളിലും കുന്നുകളിലും എവിടെ വേണമെങ്കിൽ കയറി അത്തരം വണ്ടികളൊക്കെ ഉപയോഗിക്കാം. നിയമപരമായി തടസ്സമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ഇത് മോഡിഫിക്കേഷൻ, നിയമത്തിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അങ്ങനെ വണ്ടികൾ കണ്ടാൽ പിടിച്ചെടുക്കുക എന്നുള്ളത് MVD-മാരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് അവർ ചെയ്തത്. അത് മാത്രമല്ല അവർ നിസ്സാര പഴയാണ് ഇട്ടതും. വലിയ പഴ ഇടേണ്ടതിന് പല നിസ്സാര പഴയാണ് ഇട്ടത്. പക്ഷേ അതൊരു വലിയ വിഷയമാക്കി നമ്മുടെ ഗതാഗത മന്ത്രി CP ജോൺ ഒരു മണ്ടത്തനോട് കാണിച്ച് അവിടെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ കോടതി പറയാണ് 5000 രൂപ ഒരു ലൈറ്റിന് 5000 രൂപ. ഹൈക്കോടതി ശക്തമായ ഇടപെടലാണ് നടത്തി. കാരണം എന്താണ്, MVD ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കിയത് കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവല്ല, നിയമമാണ്. കോടതി ഉത്തരവ് നിയമമാണ്. അതിനുപരി രാജ്യത്തിന്റെ കേന്ദ്ര നിയമം അങ്ങനെയാണ്. സംസ്ഥാനത്തിന് മാറ്റം വരാൻ പറ്റില്ല എന്ന് കേന്ദ്രമന്ത്രിയുടെ ഇടയ്ക്ക് വ്യക്തമാക്കിയിരുന്നു ഈ വാഹന നിയമങ്ങളൊന്നും തന്നെ. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് അതിനെ പൂക്കിച്ചിരി കാരണമായ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അത് അങ്ങനെ അനുവദിക്കുന്ന വെച്ചാൽ അദ്ദേഹം ചിരിച്ചു. അതെ, അപ്പൊ അത് ചിരി എന്ന് പറഞ്ഞാൽ പറ്റൂലെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ള ഒരു ചിരിയായി വേണം ഇപ്പൊ വ്യാഖ്യാനം. ഏതായാലും ഇന്നലെല്ലാം മെന്നാന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടത് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ്. ഹൈക്കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് ചോദിച്ചത്. നമുക്കതൊന്ന് നോക്കാം. നിയമപ്രകാരമല്ലാത്ത 1 രൂപ മാറ്റം വാഹനങ്ങൾ അനുവദിക്കരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗവും പോലീസും ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണം. തീർന്നില്ല, ഇനിയുള്ളത് ഈ പത്തനംതിട്ട ഈ അടൂരിലെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ വാഹനവുമായി ബന്ധപ്പെട്ട് 5000 രൂപ മാത്രം ആ വാഹനത്തിന് പിഴയിട്ടു എന്നുള്ളത്. അതിനെക്കുറിച്ച് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞത് നിയമപ്രകാരമല്ലാത്ത 6 ലൈറ്റുകൾ പിടിച്ചെടുത്ത ഈ വാഹനത്തിലുണ്ടായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടി. ഇതിന് ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണം. ഇക്കാര്യത്തിലെടുത്ത നടപടി വിശദീകരിച്ച റിപ്പോർട്ട് നൽകാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. മാത്രമല്ല ഈ വാഹനം രൂപമാറ്റം വരുത്തിയ ഈ വാഹനങ്ങൾ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചതെന്നുള്ള വ്ളോഗർമാരെ നിലപാടിനെയും കോടതി വിമർശിച്ചിട്ടുണ്ട്. അതങ്ങനെ പറ്റൂല എന്നുള്ളതാണ്. എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് ഞങ്ങൾ രക്ഷാപ്രവർത്തനം കാര്യമുണ്ട്. അതായത് ഇത് ജൻസികളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പം ഇപ്പൊ നമ്മൾ ഹൈക്കോടതി ഉത്തരവോടെ മനസ്സിലാക്കേണ്ടത് ഇത് മാറ്റം വരുത്താനുള്ള അനുമതി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റുള്ളൂ. അതെ. അപ്പൊ ജൻസികൾ സത്യം പറഞ്ഞാൽ ഇത് ആവശ്യം നേടിയെടുക്കണമെങ്കിൽ മറ്റേ ജന്തർ മന്ദറിൽ വല്ലതും പോയി വീണ്ടും സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ VD സതീശൻ എന്തായാലും ഇതിനുള്ള അധികാരമില്ലെന്ന് ഹൈക്കോടതി ഇതോടെ പറഞ്ഞു കഴിഞ്ഞു. നിയമം പാലിക്കുക എന്നുള്ളതാണ്. അല്ല, മാത്രമല്ല അന്ന് ആലോചിച്ചു, അന്ന് സംഭവം നടന്നപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും, മറുനാടൻ മലയാളി ഒഴികെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിനിടെ ഈ വണ്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് പിഴയടിച്ചു എന്നാണ്. അല്ല, രക്ഷാപ്രവർത്തനത്തിനിടെ പോലും വണ്ടിയെ പിടിച്ചാൽ നിയമപരമായി തെറ്റൊന്നുമില്ല. കാര്യം അവിടെ ഒരു നിയമലംഘനം നടത്തിയ വണ്ടി അല്ല രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. നിയമം പാലിക്കുന്ന വണ്ടികൾ വേണം രക്ഷാപ്രവർത്തനം. ആണെങ്കിൽ ലൈസൻസ് ബുക്ക് പേപ്പർ ഇല്ലാത്ത വണ്ടിയെല്ലാം കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാൽ അവർ കളവൻ വെച്ച് കൊടുക്കും. അതെ, ലൈസൻസ് ഇല്ലാത്ത ഒരാൾ നന്നായിട്ട് വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയും കൊടുത്ത് നമുക്ക് മോളിക്കേറ്റി വിടാൻ. രമേശ് സ്ഥിരമായി എനിക്കറിയാം ഒരുപാട് ദൂരം കോഴിക്കോട്ടേക്ക് കാർ ഓടിച്ചു പോകുന്ന ഒരാളാണ്. ഈ റോഡുകളിൽ രാത്രിയാകുമ്പോൾ ഇവരെ കൊണ്ടുവരുന്ന ഇവരടിക്കുന്ന ലൈറ്റ് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ കണ്ണും നമ്മുടെ അന്ധരായി പോലും സെക്കൻഡ് നേരത്തേക്ക് എത്രയോ അപകടങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഈയിടയ്ക്ക് നമ്മുടെ സഹപ്രവർത്തകൻ വിശാഖം പറയായിരുന്നു, പത്തനംതിട്ട ജില്ലയിലൂടെ ഒരു സ്ഥലത്ത് ഈ ഇത്തരത്തിൽ ലൈറ്റുകൾ നിർമ്മിച്ചു അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന്. ഒരു ലൈറ്റിന് ഇന്നോവയിൽ ഘടിപ്പിക്കുന്ന ഒരു ലൈറ്റിന് 40,000 രൂപയാണ് അവർ ഈടാക്കണമെന്നാണ്. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എതിരെ വരുന്നവരെ കണ്ണടിച്ച് പോകുക എന്നുള്ള മാത്രമാണ്. അപ്പോൾ വീട്ടിൽ കാശുണ്ടെങ്കിൽ ഈ ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്ത് പൈസ മുടക്കിയതെല്ലാം വെച്ചുകൊണ്ട് വരിക. ഈ എതിരെ നമ്മൾ കണ്ടില്ല, പെട്ടെന്ന് ഒരു ലൈറ്റ് ഓൺ ചെയ്യാണ്. അതുപോലെ മഞ്ഞ ലൈറ്റ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുക, മഞ്ഞുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതിന് പകരം കണ്ടിട്ടില്ല ചില വണ്ടികളുടെ ഫ്രണ്ടിൽ മുഴുവൻ ലൈറ്റ് വെച്ചേക്കുന്നത് കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ഇത് ഈ കോടതിയുടെ ഇടപെടൽ വളരെ കൃത്യമാണ്. ഏതായാലും ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വാഹന അപകടങ്ങൾക്ക് കാരണമായി മാറുന്നത് രാത്രിയാണ് പലരും അറിയാറില്ലെന്നുള്ള. എത്രയോ പേര് മരിക്കുന്നുണ്ട്.
ഒന്നിങ്ങനെ സ്വന്തം അനുഭവം ഉണ്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഡിമ്മും ബ്രൈറ്റും അപകടമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഡിമ്മും ബ്രൈറ്റും അടിക്കാതെ വരുന്നത് വലിയ പ്രശ്നമാണ്. ഇപ്പം മിക്കവാറും വണ്ടികൾ ബ്രൈറ്റ്, സ്കൂട്ടറുകൾ പോലും ബ്രൈറ്റ് അടിച്ചിട്ട്, ഇപ്പോഴത്തെ സ്കൂട്ടറുകളുടെ ലൈറ്റ് പോലും നല്ല പവർഫുൾ ആണ്. ബ്രൈറ്റ് അടിച്ചിട്ട് ഡിമ്മടിച്ച് പോകുന്ന കാറുകാരെ കണ്ണിലേക്ക് അടിച്ച് ആപ്പാട നമ്മൾ വണ്ടി നിർത്തേണ്ടി വരും ഈ ലൈറ്റിന്റെ ബ്രൈറ്റ് കാരണം. ഒരു നിമിഷം നമ്മുടെ കണ്ണങ്ങ അടഞ്ഞു പോകില്ല, കാണാൻ പറ്റുന്നില്ല. പറ്റില്ലല്ലോ. ഒരു രാത്രി പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനെതിരെ വളരെ ശക്തമായ നടപടി എടുക്കേണ്ടതാണ്. വാഹനങ്ങളുടെ മോഡിഫിക്കേഷന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. വാഹനങ്ങളെ യാത്രയ്ക്കുള്ളതാണ്, അല്ലാതെ പൊതുസമൂഹത്തിന് അതിന്റെ മറ്റേ ബോഡിയിലൊക്കെ മാറ്റം വരുത്തി ഇപ്പൊ തന്നെ തീ വരുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ ഇപ്പം സ്കൂട്ടറിലൊക്കെ പോകുമ്പോഴേ സ്കൂട്ടർ മറ്റേ ബ്രേക്ക് പിടിക്കുമ്പം പൊട്ടും, വെടിവരും, ഒച്ച വരും. ഇത്തരം വണ്ടികളൊക്കെ വളരെ സജീവമാണ്. പക്ഷെ ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനവും മോട്ടോർ വാഹന വകുപ്പിന്റെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. ഈ കുറച്ച് വർഷം മുമ്പ് ഞാനൊരിക്കൽ പാളയത്ത് രാത്രി വൈകി ഒരു 10-11 മണിയാവും ബസ് ഇറങ്ങി ചാച്ചോട് നടക്കുന്ന സമയത്ത് ഈ പ്രായമായ 2 മനുഷ്യരെ കൊണ്ട് നടന്നു പോകുന്നത്. എൻ്റെ മുന്നേ അവരെ ബസ്സിലൊന്നും ഇറങ്ങി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇതുപോലെ ബൈക്കിലെത്തിയ കക്ഷികൾ ഇവരുടെ അടുത്തെത്തിയിട്ട് പെട്ടെന്ന് ഈ ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ അവർ വല്ലാതെ പ്രായമുള്ള അവർ ഭാര്യ ഭർത്താവ് നല്ല പ്രായമുള്ള ഒരു മനുഷ്യരാണ്. അവർ വല്ലാതെ അമ്പരന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇവർ വീണിട്ട് അവരെ ഒക്കെ കൂവിയിട്ട് പോകുന്നത് ഞാൻ കണ്ട്. അവർ പേടിപ്പിച്ചെന്നുള്ള രീതിയിൽ ഇത്തരം സംഭവങ്ങളൊന്നും പാടില്ല. ഇപ്പം ഈ ഒരു മഞ്ഞ ലൈറ്റ് വയ്ക്കുന്നതിലൊന്നും കുഴപ്പമില്ല. ചിലപ്പം മറ്റേ മലയോര പ്രദേശത്തൊക്കെ മഞ്ഞ് ഒരുപാടുള്ളിടത്ത് അത്തരം സാധനങ്ങളൊക്കെ ചെറിയ ഇളവുകളൊക്കെ വരുത്തണം. പക്ഷേ ഒരു 5-6 ലൈറ്റ് ഒരു കാര്യമില്ലാതെ ഇത്രയും ലൈറ്റും വെച്ചിട്ട്, മാത്രമല്ല ഇതിന്റെ വീല് കണ്ടില്ല, ടയർ കണ്ടില്ല. ഈ ടയറും വിലക്കപ്പെട്ട സാധനമാണല്ലോ, ഈ വലിയ വീതിയുള്ള ടയറുകൾ ഇതിന് പ്രത്യേകം നിർമ്മിക്കുന്നത്. ഈ ഓരോ ടയറിനും വലിയ വിലയാവുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് ഈ വീട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് ആകാവുന്ന രീതിയിൽ ഇറങ്ങി നടക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട്. അതിനാണ് ഹൈക്കോടതി തടയിടുന്നത്. സർക്കാരിന് ഇതൊരു നിർദ്ദേശമാവുകയാണ്. ഇനിയിപ്പോൾ സർക്കാരിന് പറയാം, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ വേറെ വഴി നോക്കും, നിങ്ങൾ ഡൽഹി പോയി സമരം ചെയ്യുമെന്ന് പറയാൻ പറ്റും. എനിക്ക് കോൺഗ്രസിന്റെ ഈ മാനിഫെസ്റ്റോയിൽ ഈ മോഡിഫിക്കേഷൻ അനുവദിക്കുന്ന മോഡിഫിക്കേഷൻ പക്ഷേ വണ്ടിക്കകത്ത് മോഡിഫിക്കേഷൻ അനുമതി കൊടുത്തു. അതിൽ പിന്നെ ഇവർക്ക് വണ്ടിക്ക് പുറത്താണ് മോഡിഫിക്കേഷൻ വേണ്ടത്. യഥാർത്ഥത്തിൽ വണ്ടിയുടെ സുഖ സൗകര്യങ്ങൾ കൂട്ടാനാണെങ്കിൽ വണ്ടിക്കകത്താണ്. അതെ, മനുഷ്യർ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള മോഡിഫിക്കേഷൻ ഒക്കെ ആവും. ഈ വഴിയെ പോകുന്നതിനെ കൂടെ ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു വണ്ടിയിലെ ഒരു കംഫർട്ടിന് വേണ്ടിയുള്ള മോഡിഫിക്കേഷൻ ഒക്കെ VD സതീശൻ സർക്കാർ വന്നപ്പോൾ തന്നെ അനുമതി കൊടുത്തു. അതിന്റെ അകത്തുള്ള വേണം ഇവന്മാർ ഇത്രയും കറുത്ത മറ്റേ ഇത് ഒട്ടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഈ ലൈറ്റ്, ഈ ഹോണ്, ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഒക്കെ അല്ല, ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് മാത്രമല്ല രമേശ്, എനിക്ക് വേറൊരു സംശയമുള്ളത്, കുറേ നാൾ മുമ്പ് ഈ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഈ ഈ സൗണ്ടിൽ ഈ പാട്ട് വയ്ക്കുന്നതും വണ്ടിയിൽ പാട്ട് വയ്ക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര DJ സൗണ്ടുകൾ, DJ പാർട്ടികൾക്കുള്ള ബസ്സുകൾ ഒക്കെ. പക്ഷേ ഇപ്പോഴും ചില ടൂറിസ്റ്റ് ബസ്സുകളുടെ ടൂറിസ്റ്റ് ബസ്സുകളിൽ ചില പെൺകുട്ടികൾ ഓടിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുമ്പം ഇവർ ഫുള്ള് വോളത്തിൽ പാട്ടിടുന്നതും ഡാൻസ് ചെയ്യുന്നതും ഇതുപോലെ ലൈറ്റും ഒക്കെ ഇട്ട് പോകുന്നത് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് MVD ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ അവരത് നോക്കേണ്ടതാണ്. ഇത് നിർത്തി വെച്ചിരുന്നതാണ് ഈ സാധനങ്ങളൊക്കെ തന്നെ. മനുഷ്യന് ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു വാഹനത്തിൽ നമ്മളെങ്കിലും ടൂർ പോകുമ്പോൾ തന്നെ അതിലിരിക്കുന്ന മുഴുവൻ പേര് ഇത് ആസ്വദിക്കുന്നവരായിരിക്കണമെന്നില്ല. ഇത്രയും ചെവിട്ടിക്കുന്ന രീതിയിൽ ശബ്ദം വയ്ക്കുന്നതും അതുപോലെ ഡ്രൈവറിന്റെ പോലും ശ്രദ്ധ മാറ്റുന്ന രീതിയിലാണല്ലോ ഇത് വരുന്നത്. അതാണ് അവിടുത്തെ പ്രശ്നം. അതെന്തുകൊണ്ട് നമ്മൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ നടക്കും? അവിടെ ഒന്നുമില്ലല്ലോ. വിമാനത്തിൽ നമ്മൾ പറഞ്ഞനുസരിച്ച് നമ്മൾ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് യാത്ര ചെയ്തോളണം. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഞാൻ തോന്നിയ ദിവസം കാണിക്കുന്ന രീതിയിലാണ്. മാത്രമല്ല ഈ പലപ്പോഴും ഈ റോഡുകളിൽ ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പിടിക്കാൻ ചെല്ലുന്ന പോലീസിന്റെ അടുത്ത് ഇവർ തിരിച്ച് തട്ടിക്കയറുന്നതും. അല്ല, എന്തായാലും ഈ നമ്മളെ അടൂർ സംഭവത്തിൽ നിയമം നടപ്പാക്കിയ MVDമാരെ ക്രൂശിച്ചത് ഒട്ടും ശരിയായില്ല. അതാണ് ഹൈക്കോടതി പറയുന്നത്. നിയമമാണ് വലുത്. ഉദ്യോഗസ്ഥർ നിയമം നടപ്പാക്കും. നിയമം നടപ്പാക്കുമ്പോൾ അത് മറ്റേന് പോയതാണ്, സർക്കാർ ആവശ്യത്തിന് പോയതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല വളരെ രസകരമായ സംഭവങ്ങൾ ഇത് അറിഞ്ഞ എബിൻ വർക്കി അപ്പം തന്നെ മന്ത്രി വിളിച്ചു എന്നാണ്. അദ്ദേഹം ഇത് അറിയാതെയാണോ അതോ MLA ഈ വണ്ടി ഓടിച്ച ആശാൻ വരെ തെറ്റിദ്ധരിപ്പിച്ചാണോ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല അതിന്റെ ഇവർക്കുള്ള പണം അടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കൊടുത്തോട്ടെ. പക്ഷെ അയാൾ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞ് ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നൊക്കെയാണ് വണ്ടി പോയത്. ഈ വണ്ടികളൊക്കെ MVD ഉടൻ തന്നെ പരിശോധിക്കുകയും ആ വണ്ടികളിലൊക്കെ ഇത്തരം സംഭവങ്ങളാണെങ്കിൽ ഇപ്പൊ തന്നെ പിഴ ഈടാക്കുകയൊക്കെ ചെയ്യണം. അതാണ് വേണ്ടത്. നമ്മൾ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ നേരത്ത് നമ്മളൊന്നും നോക്കില്ല, ആ ധൃതിയിലായിരിക്കും. പിന്നീട് ഞാൻ കൊണ്ട് ഉപകാരം ചെയ്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ് ആ പേര് പറഞ്ഞ് മുതലെടുക്കാൻ വരിക. മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരെല്ലാം പെരുമാറിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തന സമയത്ത് ഇവര് സത്യം പറഞ്ഞാൽ രക്ഷിക്കാൻ പോകുന്നവരല്ല.
ഇവരെന്ന് പറഞ്ഞാൽ മാസാവാൻ പോകുന്നവരാണ്. അപകട സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് മണ്ണും ചെളിയൊക്കെ ഉള്ളിടത്ത് വണ്ടി ഓട്ടിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അത്തരം സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലത്ത് അങ്ങനെ, മനസ്സിലായില്ലേ, ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ ജെർക്ക് ചെയ്ത് പോകുന്ന അത്തരം സ്ഥലങ്ങൾ കിട്ടുമ്പോൾ ഇവർ ആവേശത്തോടെ പോകുന്നതാണ്. ആവേശത്തോടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ മാത്രമേ അങ്ങനെ അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. കൂടി വേണ്ടിയാണ് ഇവർ പോകുന്നത്. അല്ലാതെ ഇവരുടെ ലക്ഷ്യം രക്ഷാപ്രവർത്തനം മാത്രമല്ല. അല്ല, അതാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത്. ഇവർ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ മൊത്തം കാര്യങ്ങളും ഇവർ ജനങ്ങൾക്ക് മുന്നിൽ ഈ യവന്മാർ അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. കോടതി ഇരിക്കുന്നവരും അത്ര നല്ല വേറുള്ളവരാണല്ലോ അവിടെ ഇരിക്കുന്നത്. അവർ കാര്യം മനസ്സിലാവും. അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. ഇമാതിരി വാഹനങ്ങളും ബഹളവും പൊടിപുരങ്ങളൊക്കെ നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ രാത്രി നമ്മളൊക്കെ താമസിക്കുന്ന ബൈപ്പാസിലൊക്കെ രാത്രി വല്ലാത്ത ശബ്ദത്തോട് ബൈക്കിൽ രാത്രി അവിടെ മാത്രമല്ല ഞാൻ പറയുന്നത്, തിരുവനന്തപുരത്ത് പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രാത്രിയിൽ വാഹനങ്ങൾ നിയമലംഘനം നടത്തുന്നത് കവടിയാറ് മുതൽ വെള്ളയമ്പലം റോഡ്, ഈ മ്യൂസിയം വരെയുള്ള, അല്ല കവടിയാറ് മുതൽ വഴുതക്കാട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് വരെയുള്ള ആ റോഡാണ്. അവിടെയാണ് ചെറുപ്പക്കാരൻ മരിച്ചിട്ടുള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒരുപാട് റേസിംഗ് ഒക്കെ നടക്കാറുണ്ട്. കാര്യം അവർ കവടിയാറിന്ന് എടുത്തിട്ട് വണ്ടി വന്ന് വഴുതക്കാട് യു ടേൺ ചുറ്റി തിരിച്ചു പോകും. ഇതിന്റെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസുണ്ട്, DGPയുടെ ഓഫീസുണ്ട്, ഇതിന്റെ മുമ്പിലാണ് മന്ത്രിമന്ദിരങ്ങളുണ്ട്. അങ്ങനെ ഒരു വണ്ടി പോയപ്പോഴാണ് നമ്മളെ മണിയമ്പിള്ള രാജു രാത്രി വണ്ടി വന്നിട്ട് ഇടിച്ചത്. യഥാർത്ഥത്തിൽ ആ ആക്സിഡന്റ് മണിയമ്പിള്ള രാജുവിന്റെ തെറ്റുകൊണ്ടുണ്ടായതല്ല, ഈ വണ്ടിയുടെ തെറ്റുകൊണ്ട്. മണിയമ്പിള്ള രാജു വണ്ടി നിർത്താതെ പോയതായിരുന്നു മണിയമ്പിള്ള രാജു. അത് മാത്രമാണ് നമ്മൾ മണിയമ്പിള്ള രാജുവിനെ വിമർശിക്കുകയാണ്. പക്ഷേ ആ അപകടം പോലും ഈ റോഡിലെ നിയമം ലംഘിച്ചുള്ള ഈ ബൈക്കുകളുടെ യാത്രയുടെ പരിണത ഫലമാണ്. അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം ഓണക്കാലമായതുകൊണ്ട് ഇനി നടക്കത്തില്ല അവിടെ ബ്ലോക്ക്. അല്ലാത്ത സമയത്തെല്ലാം ഈ കവടിയാറ് മുതൽ വഴുതക്കാട് വരെ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ കാണും. ഈ 3 കിലോമീറ്റർ രാത്രി ഫുൾ റേസിംഗ് ആണ്. ഏതായാലും ഈ കോടതിയുടെ ഇടപെടൽ, കോടതി ഇനി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട് അടുത്ത മാസം. അപ്പോൾ എന്തായാലും അതിനകം ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം സർക്കാരും എടുക്കണം. ഇത് നിയമം നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥന്മാരെ ക്രൂശിക്കുകയല്ല വേണ്ടത്. ഈ തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുന്നവരെ ബോധവൽക്കരിച്ച് എത്രയും വേഗം അതിന് പിന്തിരിപ്പിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ റോഡ് വഴിയെ നടന്നു പോകുന്നവരും വാഹനം ഓടിച്ച് പോകുന്നവരൊക്കെ തന്നെ അവരുടെ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് ഇവരുടെയൊക്കെ തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു ഈ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ. അതിനൊരു അവസാനം നമ്മുടെ സർക്കാർ തന്നെ ചെയ്യണം.